ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. മുറിവുകൾ നിങ്ങളെ തകർക്കാനല്ല, കൂടുതൽ ശക്തനാക്കാനാണ്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മളെ ഒരിക്കലും പഴയ മനുഷ്യനായി തുടരാൻ അനുവദിക്കില്ല. പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, ഒരു വലിയ പരാജയം, സാമ്പത്തിക തകർച്ച, ഗുരുതരമായ രോഗം, വഞ്ചന, അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിച്ചു പോയി എന്ന് തോന്നിക്കുന്ന ഒരു ദുരന്തം. ഇത്തരം അനുഭവങ്ങൾ ചിലരെ തകർക്കുന്നു. എന്നാൽ അതേ അനുഭവങ്ങൾ ചിലരെ അതിശക്തരായ മനുഷ്യരാക്കി മാറ്റുന്നു. എന്തുകൊണ്ട്? കാരണം അവർ ഒരു അത്ഭുതകരമായ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു. മനഃശാസ്ത്രത്തിൽ അതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. ഇന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന പോലും എങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദന എല്ലാവരെയും തേടിയെത്തും. ഈ ലോകത്ത് വേദന അനുഭവിക്കാത്ത ഒരാളുമില്ല. പണക്കാരനോ ദരിദ്രനോ, വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ, ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തകർന്നു പോകുന്ന നിമിഷങ്ങൾ അനുഭവിക്കും. പക്ഷേ ഒരു വലിയ സത്യമുണ്ട്. വേദന ഒരാളെ സ്വയം ശക്തനാക്കില്ല. വേദന ഒരു തിരഞ്ഞെടുപ്പാണ് നൽകുന്നത്. തകർന്നു കിടക്കണോ, അല്ലെങ്കിൽ പുതിയ ഒരാളായി ഉയർത്തെഴുന്നേൽക്കണോ? എന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്? ഒരു വലിയ ദുരന്തമോ ആഘാതമോ നേരിട്ടതിന് ശേഷം അതുമായി പൊരുതി മുന്നേറുന്ന ചിലരിലുണ്ടാകുന്ന നല്ല മാനസിക വളർച്ചയെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ആ ദുരന്തം നല്ലതായിരുന്നു എന്നല്ല, അല്ലെങ്കിൽ വേദന ഇല്ലാതായി എന്നുമല്ല. അതിൻ്റെ അർത്ഥം ആ വേദനയ്ക്ക് ഇടയിലും അവർ ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തി, പുതിയ ധൈര്യം കണ്ടെത്തി, പുതിയ ലക്ഷ്യം കണ്ടെത്തി. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ തകർച്ച തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വളർച്ചയുടെ തുടക്കം. മണ്ണിനടിയിലെ വിത്ത്, ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് മണ്ണിനടിയിൽ മറഞ്ഞു പോയതായി തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വളരുകയാണ്. അതിൻ്റെയും വേരുകൾ ശക്തമാവുകയാണ്. അല്പസമയത്തിന് ശേഷം അതൊരു വലിയ വൃക്ഷമായി മാറുന്നു. ജീവിതത്തിലെ കഷ്ടതകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലാണെന്ന് തോന്നാം, പക്ഷേ ഒരുപക്ഷെ ജീവിതം നിങ്ങളെ മൂടിയതല്ല, വളർത്തുകയാണ്. വേദന നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, വലിയ കഷ്ടതകൾ അതിജീവിച്ചവർ പലപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിതത്തെ കൂടുതൽ വിലമതിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ എൻ്റെ കൂടെയുള്ളവരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തനാണെന്ന് മനസ്സിലായി. എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന ആവശ്യം ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ജീവിത ലക്ഷ്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമാണ്. അവരെ മാറ്റിയത് ദുരന്തമല്ല, ആ ദുരന്തത്തെ അവർ സമീപിച്ച രീതിയാണ്. ചോദ്യത്തിന് പകരം നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇതെനിക്ക് മാത്രം സംഭവിച്ചു? ഈ ചോദ്യം നമ്മെ ഭൂതകാലത്തിൽ കൊടുക്കുന്നു.
പകരം ചോദിക്കുക, ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം. കാരണം അത് നിങ്ങളെ ഇരയുടെ സ്ഥാനത്ത് നിന്ന് പഠിക്കുന്ന ഒരാളാക്കി മാറ്റുന്നു. ഓരോ മുറിവും ഒരു സന്ദേശമാണ്. ഒരു ഒടിഞ്ഞ അസ്ഥി ശരിയായി ചേരുമ്പോൾ പലപ്പോഴും ഒടിഞ്ഞ ഭാഗം മുമ്പത്തേതിനേക്കാൾ ശക്തമാകാറുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ മുറിവുകൾ ബലഹീനതയുടെ അടയാളമല്ല. അവ നിങ്ങൾ അതിജീവിച്ച പോരാട്ടങ്ങളുടെ തെളിവാണ്. നിങ്ങളുടെ കണ്ണുനീർ വെറുതെ ആയിട്ടില്ല. ഓരോ അനുഭവവും നിങ്ങളെ കൂടുതൽ പക്വതയുള്ള വ്യക്തിയാക്കി മാറ്റുകയാണ്. പഴയ ജീവിതം തിരികെ കെട്ടണമെന്നല്ല, പുതിയ ജീവിതം സൃഷ്ടിക്കൂ. ഒരു വലിയ ആഘാതത്തിന് ശേഷം പലരും പഴയ ജീവിതം തിരികെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ജീവിതം നമ്മളെ പഴയ മനുഷ്യനേക്കാൾ ശ്രമിക്കുന്നില്ല, അതിലും മികച്ച ഒരാളാക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ വിവേകമുള്ള ഒരാൾ, കൂടുതൽ നന്ദിയുള്ള ഒരാൾ, കൂടുതൽ ധൈര്യമുള്ള ഒരാൾ, കൂടുതൽ കരുണയുള്ള ഒരാൾ. ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. സുഖപ്പെടൽ ഒരു രാത്രി കൊണ്ട് സംഭവിക്കില്ല. വളർച്ച ഒരു നേരായ പാതയുമല്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശക്തി തോന്നും, ചില ദിവസങ്ങളിൽ വീണ്ടും വേദന ഉയർന്നു വരും. അത് സ്വാഭാവികമാണ്. എന്നാൽ നിൽക്കരുത്. എല്ലാ ദിവസവും ഒരു ചെറിയ ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. ഒരു നല്ല പുസ്തകം വായിക്കുക, ശരീരത്തെ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക. നന്ദിയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. മറ്റൊരാളെ സഹായിക്കുക. ഈ ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. നിങ്ങളുടെ കഥ മറ്റൊരാളുടെ പ്രതീക്ഷയാകാം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നാളെ മറ്റൊരാൾക്ക് പ്രത്യാശ നൽകുന്ന കഥ ആയേക്കാം. നിങ്ങളുടെ അതിജീവനം മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള ധൈര്യം നൽകാം. അതുകൊണ്ട് നിങ്ങളുടെ കഥ അവസാനിച്ചു എന്ന് ഒരിക്കലും കരുതരുത്. ജീവിതം നിങ്ങളെ എത്ര തവണ താഴെയിട്ടാലും ഓർമ്മിക്കുക, നിങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായമല്ല. ഒരുപക്ഷെ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അധ്യായത്തിൻ്റെ തുടക്കം. വേദന നിങ്ങളെ നിർവചിക്കാൻ അനുവദിക്കരുത്. അതിനെ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ അനുവദിക്കും. കാരണം കൊടുങ്കാറ്റുകൾ എല്ലാം നശിപ്പിക്കാനല്ല വരുന്നത്. ചിലപ്പോൾ പുതിയ ഒരു വഴി ഒരുക്കാനാണ് അവ വരുന്നത്. ഇന്ന് വീണ്ടും എഴുന്നേൽക്കൂ, വീണ്ടും വിശ്വസിക്കൂ, വീണ്ടും മുന്നോട്ട് നടക്കൂ. കാരണം നിങ്ങളുടെ ഏറ്റവും ശക്തമായ രൂപം ഈ വെല്ലുവിളിയുടെ മറുവശത്ത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളുമായി ഇത് പങ്കുവയ്ക്കൂ. മറ്റൊരു സന്ദേശം പോലും ഒരാളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയ്ക്ക് തുടക്കമാകാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഹാവ് എ നൈസ് ഡേ.